ഹേ ഗൈസ്, ഞാൻ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തന്നെയാണ്. ആവശ്യമില്ലാത്ത ചില സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ബോധം കെട്ടി കിടക്കുകയാണ്. ചില സ്വപ്നങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ റിയലാന്ന് വിചാരിച്ചു പോകുന്ന സ്വപ്നങ്ങൾ, അത് സ്വപ്നമായിരുന്നു അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെ. അതിനെ ഇമോഷണൽ ഡാമേജ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ അപ്പോൾ വിളിച്ചു, എൻ്റെ അടുത്തിരുത്തി. സ്വപ്നം എന്താണെന്നോ ഏതാണെന്നൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് സംസാരിച്ചങ്ങ് തുടങ്ങി. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതെനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഇവരുടെ കാര്യങ്ങൾ ചുമ്മാ അങ്ങ് കേട്ടിരുന്നാൽ മതിയെന്നേ. എന്നത്തിന് അവർക്കത് സന്തോഷമാണ്. നമ്മളവരെ ജഡ്ജ് ചെയ്യാനോ അവരുടെ പരാമർശിക്കാനോ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല, ജസ്റ്റ് കേൾക്കുക. ഈ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലെ കഥകളൊക്കെ വന്ന് അവരോട് പറയുമ്പോൾ അവർ കേട്ടിരുന്നില്ലേ കൗതുകത്തോടെ, അത്ര തന്നെ. എന്ന് കരുതി ഞങ്ങളങ്ങനെ എപ്പോഴും സ്നേഹിച്ച് നടക്കുന്ന ടീംസൊന്നും അല്ല കേട്ടോ. നല്ല ഇടിയും ഒക്കെയാണ് വീട്ടിൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്ന് പറയുന്നത് പോലെ അമ്മയോട് സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെ. ചില കാര്യങ്ങളിൽ അടിയിലെത്തുമെങ്കിലും നമുക്കൊക്കെ വിഷമം വരുമ്പോൾ നമ്മൾ പറയില്ല ഒരാളുടെ മനസ്സ് തുറക്കണമെന്ന്. അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്നേ പലരെയും കേട്ടിരിക്കുന്നത്.